വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 10ാമത്തെ ചാപ്റ്ററാണ്. 10ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഏതിൻ്റെ എലമെൻ്റ് ആണ് നമുക്ക് ആദ്യം അറിയണം. നമുക്ക് നോക്കാം. ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ധനകാര്യ വ്യവസ്ഥയെ നമ്മൾ 4 എലമെൻറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 4 എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, രണ്ടാമത്തത് ഫിനാൻഷ്യൽ മാർക്കറ്റ്, മൂന്നാമത്തത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, നാലാമത്തത് ഫിനാൻഷ്യൽ സർവീസ്. ഇങ്ങനെ 4 എലമെൻറ്റുകളാണുള്ളത്. അതിൽ ഒരു എലമെൻറ്റാണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ആ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് നോക്കാം. Financial market is a market for the creation and exchange of financial assets such as shares, debentures, bonds and government securities. It includes whole network of organizations and institutions which provide short-term, long-term and medium-term funds. അവിടെ പറയുന്നത് എന്താ? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റാണ് അല്ലേ? അവിടെ എന്താ നടക്കുന്നത്? അവിടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് നടക്കുന്നത്. എന്തിൻ്റെ? ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിൻ്റെ. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പറഞ്ഞാൽ ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും അതേപോലെ തന്നെ ബോണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റി, ഇവയുടെയൊക്കെ വാങ്ങലും വിൽക്കലുമാണ് ഇവിടെ നടക്കുന്നത്, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ശൃംഖലയൊന്നുമല്ല. ഇറ്റ് ഇൻക്ലൂഡ് ഹോൾ നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻസ്, ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ് ഷോർട്ട് ടേം, ലോങ് ടേം ആൻഡ് മീഡിയം ടേംസ് ഫണ്ട്. ഇവിടെ എന്താ പറയണത്? എല്ലാവരും ഉൾപ്പെടുന്ന, ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് ഇതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ എന്ത് നടക്കുന്നത്? ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാം, ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാം, അതേപോലെ തന്നെ മീഡിയം ഫണ്ടൊക്കെ റേസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ധനകാര്യ സേവനങ്ങളും അതേപോലെ ധനകാര്യ ഉപകരണങ്ങളും വിൽക്കുന്ന വിപണിയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. പണം സമ്പാദ്യമായി ഉള്ളവരെയും പണം കയ്യിലുള്ളവരെയും അതേപോലെ തന്നെ പണം ആവശ്യമുള്ളവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കണക്കാക്കുന്നത്. മനസ്സിലാവുണ്ടോ? പണം കയ്യിലുള്ളവരും അതേപോലെ തന്നെ പണം ഇല്ലാത്തവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. A business can raise fund from the financial market. Financial market is a link between those who having savings, that means savers, and those who require funds, that means borrowers. മനസ്സിലാവുണ്ടല്ലോ? എ ബിസിനസ് ക്യാൻ റൈസ് ഫണ്ട് ഫ്രം ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്നാണ് ബിസിനസ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ? പണം ഉള്ളവരെയും പണം ഇല്ലാത്തവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഇതെന്ന് ഓർത്ത് വെച്ചാൽ മതി, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അലോക്കേഷൻ ഓഫ് ഫണ്ടാണ്. അലോക്കേഷൻ ഓഫ് ഫണ്ട് 2 രീതിയിൽ നടത്താം. അലോക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ കയ്യിൽ പണം സമ്പാദ്യമായിട്ടുള്ള ജനങ്ങളുണ്ടാവില്ലേ? കയ്യിൽ പണം ഒരുപാടുള്ള ജനവിഭാഗങ്ങൾ 2 രീതിയിലാണ് അവരവരുടെ പണം ബിസിനസ്സുകാർക്ക് നൽകണത്. അവരുടെ കയ്യിലുള്ള പണം 2 രീതിയിലാണ് അവരെന്ത് ചെയ്യണത്? ബിസിനസ്സുകാർക്ക് നൽകണം. അത് ഏതൊക്കെ രീതിയിൽ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ പറയാം നമുക്ക് ബാങ്ക്. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗസ് ഹോൾഡ് ക്യാൻ ഡെപ്പോസിറ്റ് ദെയർ സർപ്ലസ് ഫണ്ട് വിത്ത് ബാങ്ക്. ഹൂ ഈസ് ടേൺ കുഡ് ലെൻഡ് ദീസ് ഫണ്ട്സ് ടു ബിസിനസ് ഫേം. അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. ഇപ്പോൾ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ സേവേഴ്സ്, നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. അവർ സേവ് ചെയ്ത് വെച്ച് ഒരുപാട് പണമുണ്ട്. ആ പണം എന്ത് ചെയ്യും? എവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക? ബാങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. മനസ്സിലാവുണ്ട്? അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കയ്യിലുള്ള പൈസ എന്ത് ചെയ്യും? പോയിട്ട് ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്ക് അവിടെ എന്താ ചെയ്യുന്നത്? ബാങ്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ കയ്യിൽ കിട്ടിയ ക്യാഷ് എന്ത് ചെയ്യും? ബിസിനസ്സുകാർക്ക് കൊടുക്കും. അതാണ് ഒരു വഴി. മനസ്സിലുണ്ട്? ആ കയ്യിലുള്ള ക്യാഷ് ആർക്ക് കൊടുക്കും? ബിസിനസ്സുകാർക്ക് കൊടുക്കും. രണ്ടാമത്തത് ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് ക്യാൻ ബൈ ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫേർഡ് ബൈ എ ബിസിനസ് ഫേം യൂസിങ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഹൗസ് ഹോൾഡ് തന്നെ, ഈ സേവേഴ്സ് തന്നെ, കയ്യിൽ പൈസ ഉള്ളവർ തന്നെ എന്ത് ചെയ്യും? നേരിട്ട് പോയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് ഷെയറുകളും ഡിബഞ്ചറുകളും വാങ്ങും. അപ്പോഴും പൈസ അവർക്ക് കിട്ടും, ബിസിനസ്സിന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2 രീതിയിലാണ് ഇവിടെ അലോക്കേഷൻ ഓഫ് ഫണ്ട് നടക്കുന്നത്. ഒന്ന് ബാങ്കായിട്ടും ഒന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ രൂപത്തിലും.
മനസ്സിലാവുണ്ടോ? അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും, ബാങ്ക് എന്ത് ചെയ്യും, അത് ബിസിനസ്സുകാർക്ക് കൊടുക്കും. രണ്ടാമത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൗസ് ഹോൾഡ് തന്നെ അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉള്ളവർ തന്നെ നേരിട്ട് എന്ത് ചെയ്യും, ഷെയറുകളും ഡിബഞ്ചറുകളും വാങ്ങും. ആ രീതിയിലും പൈസ കിട്ടുന്നുണ്ട്. ഓക്കെ, പറഞ്ഞല്ലോ ബാങ്കും ഫിനാൻഷ്യൽ മാർക്കറ്റും വഴിയാണ് അലോക്കേഷൻ ഓഫ് ഫണ്ട് നടക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ബാങ്കും ഫിനാൻഷ്യൽ മാർക്കറ്റും വഴി അലോക്കേഷൻ ഓഫ് ഫണ്ട് നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ എന്ന് പറയാം. മനസ്സിലാവുണ്ടോ? ദ പ്രോസസ് ബൈ വിച്ച് അലോക്കേഷൻ ഓഫ് ഫണ്ട് ഈസ് ഡൺ ത്രൂ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ പോയിൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്. രണ്ടാമത്തത് ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി. മൂന്നാമത്തത് പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു ഫിനാൻഷ്യൽ അസറ്റ്. നാലാമത്തെ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ഇങ്ങനെ 4 പോയിൻറ്റുകളാണുള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഏതാ? അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്. മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സമ്പാദ്യം സ്വരൂപിക്കുക എന്നൊക്കെ പറയാം. നമ്മൾ പറഞ്ഞു ഇവിടെ എന്താ ഫിനാൻഷ്യൽ മാർക്കറ്റ് ചെയ്യുന്നത്, പണം സമ്പാദ്യമായിട്ട് കയ്യിലുള്ളവരെയും പണം ഇല്ലാത്തവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്കിങ് പിന്നായിട്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആക്ട് ആസ് എ ലിങ്കിങ് പിൻ ബിറ്റ്വീൻ ദ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ബൈ മൊബിലൈസിങ് ഫണ്ട് ബിറ്റ്വീൻ ദം. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ട് ഇല്ലേ, ആ പൈസ നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. ബാങ്ക് മുഖേന അത് ആരുടെ കയ്യിലെത്തും, ബാങ്ക് അത് എന്ത് ചെയ്യും, ബിസിനസ്സുകാർക്ക് കൊടുക്കും ഇല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ ഒരുപാട് സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് അത് ശരിയായ രീതിയിൽ ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, അനേകം ആൾക്കാരുടെ സമ്പാദ്യം സ്വരൂപിച്ച് അത് എന്ത് ചെയ്യും, വിവിധ വികസന മേഖലകളിൽ നിക്ഷേപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഗീവ്സ് സേവേഴ്സ് ദ ചോയ്സ് ഓഫ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദസ് ഹെൽപ്പ് ടു ചാനലൈസ് സർപ്ലസ് ഫണ്ട് ഇൻ ടു ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ പോയിൻ്റാണ് ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി. എന്ത് തീരുമാനിക്കുക, വില നിശ്ചയിക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെയാണ് എന്ത് തീരുമാനിക്കാൻ ആലോചിച്ചാൽ മതി, സെക്യൂരിറ്റീസിൻ്റെ വിലയൊക്കെ തീരുമാനിക്കണം. അവിടെ പറയണത് എന്താ നോക്കാം. എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻക്ലൂഡ് ബോത്ത് ദി ഹൗസ് ഹോൾഡ്സ് ഹൂ സേവ് ദ ഫണ്ട് ആൻഡ് ബിസിനസ് ഫേം ഹൂ യൂട്ടിലൈസ് ദ ഫണ്ട്. ഹൗസ് ഹോൾഡ് സപ്ലൈ ഫണ്ട് ആൻഡ് ബിസിനസ് ഫേം മേക്ക് ഡിമാൻഡ് ഫോർ ദ ഫണ്ട്. അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം നമ്മളെ കയ്യിൽ പൈസ ഉണ്ട് വിചാരിക്കുക. ആ പൈസ നമ്മൾ എന്ത് ചെയ്യും, ആ പൈസ അല്ലെങ്കിൽ ആ ഫണ്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുക. കയ്യിലുള്ള പൈസയല്ലേ നമ്മൾ സപ്ലൈ ചെയ്യുക. ബിസിനസ്സുകാർ എന്ത് ചെയ്യും, ബിസിനസ് ഫേമാണ് ഈ ഫണ്ടിനുള്ള ഡിമാൻഡ് ഉണ്ടാക്കുക. ഹൗസ് ഹോൾഡ് സപ്ലൈ ചെയ്യും, ബിസിനസ്സുകാർ അതിനുള്ള ഡിമാൻഡ് ഉണ്ടാക്കും. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ എന്ത് ചെയ്യണ ഫണ്ടുകളുടെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചാണ് എന്തിന് തീരുമാനം എടുക്കുന്നത്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രൈസിനെ പറ്റിയിട്ട് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ മനസ്സിലാവുണ്ടോ, ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെയാണ് എന്ത് ചെയ്യണത്, വിവിധ സെക്യൂരിറ്റികളുടെ വില നിശ്ചയിക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെയാണെന്ന് ഓർക്കുക. രണ്ടാമത്തെ പോയിന്റ്, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു ഫിനാൻഷ്യൽ അസറ്റ്. വാങ്ങാനും വിൽക്കാനുമുള്ളൊരു അവസരം. അപ്പോൾ അവിടെ പറയണത് എന്താ, ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ബൈ പ്രൊവൈഡിങ് ഫെസിലിറ്റേറ്റ്സ് ഫോർ ഇമ്മീഡിയറ്റ് ബൈയിങ് ആൻഡ് സെല്ലിങ്. അവിടെ പറയണമെന്ന് ഇപ്പോൾ ലിക്വിഡിറ്റി പറഞ്ഞാൽ എന്താ, ഒരു ഫിനാൻഷ്യൽ അസറ്റ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുക, പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതായത് ഫിനാൻഷ്യൽ അസറ്റില്ലേ, ഫിനാൻഷ്യൽ അസറ്റായിട്ടുള്ള ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ അസറ്റിന് എല്ലാം ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും ഏതിലൂടെയാണ്, ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെയാണ്. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനും ഉള്ളൊരു അവസരം എന്തിലൂടെ ഉണ്ടാവുന്നുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെ ഉണ്ടാവുന്നുണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ചിലവ് ചുരുക്കണമെന്ന് ആലോചിച്ചാൽ മതി. ഇതിൽ പറയണത് എന്താ നോക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് എ കോമൺ പ്ലാറ്റ്ഫോം വെർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ക്യാൻ ഫുൾഫിൽ ദെയർ ഇൻഡിവിജ്വൽ നീഡ്സ്. ഇറ്റ് പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫോർമേഷൻസ് അബൌട്ട് പ്രൈസ്,
കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ്. അവിടെ പറയുന്നത് എന്താ? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ബയേഴ്സിനും അതേപോലെ സെല്ലേഴ്സിനും എല്ലാവർക്കും ചെന്നെത്താനുള്ളൊരു മാർക്കറ്റാണ്. മനസ്സിലാവുണ്ടോ? ബയേഴ്സിനും സെല്ലേഴ്സിനും ഒക്കെ എത്താനുള്ളൊരു മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇവരെന്താ ചെയ്യണമെന്നറിയോ? ഇപ്പോൾ പ്രൈസിനെ പറ്റിയിട്ടും അതേപോലെ ചിലവ് എത്ര വരാം, അതേപോലെ തന്നെ പലതരത്തിലുള്ള പലതരത്തിൽ സെക്യൂരിറ്റീസ് ഉണ്ടാവില്ലേ, എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ എപ്പോഴും പബ്ലിഷ് ചെയ്യുകയാണ് ഇവർ ചെയ്യണത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണ്ടവർക്ക് ഷെയർ വാങ്ങാനും അതേപോലെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിൽക്കാനുമുള്ളൊരവസരമാണ് ഇവിടെ ഉണ്ടാവുന്നത്. മനസ്സിലാണ്ടോ? അപ്പോൾ വിവിധ സെക്യൂരിറ്റികളുടെ വിലയെ പറ്റിയിട്ടും ലഭ്യത അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് കിട്ടുക എന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള വിവരങ്ങൾ നൽകി ഇടപാടുകൾ വേഗത്തിലാക്കാൻ ആര് സഹായിക്കുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ധനകാര്യ വിപണിയെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ മണി മാർക്കറ്റ്, രണ്ടാമത്തത് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റെന്നും ക്യാപിറ്റൽ മാർക്കറ്റെന്നും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ആലോചിച്ചാൽ മതി? ഷോർട്ട് ടേം ഫണ്ടിൻ്റെ മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റോ ലോങ് ടേം ആൻഡ് മീഡിയം ടേമിൻ്റെ മാർക്കറ്റാണ്. മീഡിയം ടേം ഫണ്ടിൻ്റെ മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇനി ഈ ക്യാപിറ്റൽ മാർക്കറ്റിന് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രൈമറി മാർക്കറ്റും രണ്ടാമത്തത് സെക്കൻഡറി മാർക്കറ്റും. ഇതൊക്കെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ആണെന്ന് ഓർത്ത് വയ്ക്കുക. ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫണ്ടാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് മണി മാർക്കറ്റ്. എന്താ മണി മാർക്കറ്റ് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് മണി മാർക്കറ്റ്. അല്ലേ? ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ടൊരു മാർക്കറ്റാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് റെഫേഴ്സ് ടു ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് വിച്ച് ഡീൽസ് ഇൻ മോണിറ്ററി അസറ്റ് ഹൂസ് പീരീഡ് ഓഫ് മെച്യൂരിറ്റി ഈസ് അപ് ടു 1 year. ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ പോയിൻ്റായിട്ട് പറഞ്ഞുതരാം. ഷോർട്ട് ടേം ഫണ്ടിൻ്റെ മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ടുകളുടെ മാർക്കറ്റാണ് മണി മാർക്കറ്റ്. രണ്ടാമത്തെ എന്ത് പറയാം? 1 year വരെ, ഒരു വർഷം വരെ മെച്യൂരിറ്റിയുള്ള മോണിറ്ററി അസറ്റിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും വാങ്ങലും വിൽക്കലുമാണ് എവിടെ നടക്കുന്നത്? മണി മാർക്കറ്റിൽ നടക്കുന്നത്. മൂന്നാമത്തെ എന്ത് പറയാം? അതിന് ചെറിയ കാലാവധിയാണ് ഇല്ലേ? ഷോർട്ട് പീരീഡാണ് നമ്മൾ പറഞ്ഞു. ചെറിയ കാലാവധി ആയതുകൊണ്ട് അതിന് എന്ത് കുറവായിരിക്കും? റിസ്ക് കുറവായിരിക്കും. അടുത്ത പോയിന്റ് നമുക്ക് എന്ത് പറയാം? ഷോർട്ട് ടേം ആണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഹ്രസ്വകാലത്തേക്ക് പണം കടമായി വാങ്ങുന്നവരുടെയും കൊടുക്കുന്നവരുടെയും ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ വിപണിയാണ് ഏതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ഷോർട്ട് ടേം ലെൻഡേഴ്സ് ആൻഡ് ഷോർട്ട് ടേം ബോറോവേഴ്സ് ഓപ്പറേറ്റ്. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇതിന് പ്രത്യേകിച്ചൊരു ലൊക്കേഷനൊന്നുമില്ല. ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഫോൺ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയോ ഒക്കെ ഇതിലേക്ക് ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇത് ഒരു വർഷത്തിന് താഴെയുള്ള കാലാവധിയിലേക്ക് അല്ലെങ്കിൽ ഒരു വർഷം താഴെയുള്ള കാലത്തേക്ക് ബിസിനസ്സിലേക്ക് ആവശ്യമായി വരുന്ന ഒരു ധനത്തിൻ്റെ ഉറവിടമാണ് ഏതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് പോയിന്റുകൾ നോക്കാം. പോയിന്റ് ആയിട്ടാണ്. ഫസ്റ്റ് പോയിന്റ് ഷോർട്ട് ടേം സെക്യൂരിറ്റികൾ. ഷോർട്ട് ടേം ആയിട്ടുള്ള സെക്യൂരിറ്റികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് മണി മാർക്കറ്റ്. നമ്മൾ പറഞ്ഞതാണ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനുമുള്ള ഇതാണ് ഏതെന്ന് പറയുന്നത് മണി മാർക്കറ്റ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. രണ്ടാമത്തത് എന്ത് പറയാം നമുക്ക്? ഹ്രസ്വകാലത്തേക്ക് അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് പണം കടമായി വാങ്ങുന്നവരുടെയും കൊടുക്കുന്നവരുടെയും മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവും? ഇറ്റ് മീൻസ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് ബോറോവേഴ്സ്. മൂന്നാമത്തത് എന്ത് പറയാം? ഹ്രസ്വകാല സെക്യൂരിറ്റികൾ കൈമാറ്റം മണി മാർക്കറ്റിലൂടെ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ഷോർട്ട് ടേം ആയിട്ട് സെക്യൂരിറ്റികൾ കൈമാറ്റം മണി മാർക്കറ്റിലൂടെ സാധ്യമാകുന്നുണ്ട്. ഇറ്റ് മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് RBI ആണ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മണി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എക്സാമിന് സ്ഥിരമായിട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ മണി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മണി മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. RBI ഒക്യുപ്പൈസ് എ ലീഡിംഗ് റോൾ ഇൻ ദ മണി മാർക്കറ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഷോർട്ട് പീരീഡ് ആണെന്ന് ഓർത്ത് വെക്കണേ. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് കാണുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് പോയിൻറ്റ്സുകൾ പറയാം. ഫസ്റ്റ് പോയിൻറ്റ് ട്രഷറി ബില്ല്, രണ്ടാമത്തത് കമേഴ്ഷ്യൽ പേപ്പർ, മൂന്നാമത്തത് കോൾ മണി മാർക്കറ്റ്, നാലാമത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അഞ്ചാമത്തത് കമേഴ്ഷ്യൽ ബില്ല്. ഇത്രയും പോയിന്റുകളാണുള്ളത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ട്രഷറി ബില്ല്. ട്രഷറി ബില്ലിന് പറയുന്ന വേറൊരു പേരാണ് സീറോ കൂപ്പൺ ബോണ്ട് എന്നും ട്രഷറി ബില്ലിന് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോയിന്റുകളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാവും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ട്രഷറി ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ വിപണിനെയാണ് നമ്മൾ ട്രഷറി ബിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ട്രഷറി ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റാണ് ട്രഷറി ബിൽ മാർക്കറ്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ആർ ബി ഐ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കുന്ന ബില്ലാണ് ട്രഷറി ബില്ല്. മനസ്സിലാവുണ്ടോ? റിസർവ് ബാങ്ക് പുറപ്പെടുവിക്കുന്ന ബില്ലാണ് ട്രഷറി ബില്ലുകൾ. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, ഗവൺമെൻറ്റിന് 14 ദിവസം മുതൽ ഒരു വർഷം വരെ പണത്തിന് ആവശ്യമുള്ളപ്പോഴാണ് ഗവൺമെൻറ് എന്ത് പുറപ്പെടുവിക്കുന്നത്? ട്രഷറി ബില്ലുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാലാവധി നോക്കണേ. എത്രയാണ്? 14 ദിവസം മുതൽ ഒരു വർഷം വരെയാണ് ഏതിൻ്റെ കാലാവധി? ട്രഷറി ബില്ലിൻ്റെ കാലാവധി. അപ്പോഴാണ് ട്രഷറി ബില്ലുകൾ പുറപ്പെടുവിക്കുന്നത്. അടുത്ത പോയിന്റ്, ഇത് പൊതുജനങ്ങൾക്കും ബാങ്കുകൾക്കും വാങ്ങിക്കാവുന്ന ഒന്നാണ്. ഏതെന്ന് പറയുന്നത്? ട്രഷറി ബില്ലുകൾ. പൊതുജനങ്ങൾക്കും വാങ്ങിക്കാം, അതേപോലെ ബാങ്കുകൾക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നതിനാൽ, അടുത്ത പോയിന്റാണ്, ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നതിനാൽ ട്രഷറി ബില്ലുകൾക്ക് വളരെ സുരക്ഷിതമായ സെക്യൂരിറ്റിയാണ് ഉള്ളത്. ട്രഷറി ബില്ലുകൾ പുറപ്പെടുവിക്കുന്ന ആരാണ്? ഗവൺമെൻറ് അല്ലേ. അപ്പോൾ ട്രഷറി ബില്ലുകൾക്ക് വളരെ സുരക്ഷിതമായ സെക്യൂരിറ്റീസ് ആണ് ഉള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്രയാണ് ട്രഷറി ബില്ലിൽ പറയുന്നത്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ആർ ബി ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഫ്രീലി ട്രാൻസ്ഫറബിളും കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ട്രഷറി ബില്ലുകൾ എന്ന് പറയുന്നത്. ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ ദ മാർക്കറ്റ് ദാറ്റ് ഡീൽസ് ഇൻ ട്രഷറി ബിൽ ഈസ് കോൾഡ് ട്രഷറി ബിൽ മാർക്കറ്റ്. The bills that the Reserve Bank issue on behalf of the Government of India are called Treasury Bill. Treasury Bill are issued when the government needs money for a period of less than 1 year. They are issued in the form of promissory note. Okay. രണ്ടാമത്തെ പോയിന്റ്, കമേഴ്ഷ്യൽ പേപ്പർ. Commercial paper is the promissory note issued without surety by the public and private companies of India since 1989 on the recommendation of the Wagle Committee for raising their working capital. The duration of commercial paper is from 50 days to 1 year. അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വേഗൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാണ്? 1989 പബ്ലിക് കമ്പനികൾക്കും അതേപോലെ പ്രൈവറ്റ് കമ്പനികൾക്കും അവരുടെ പ്രവർത്തന മൂലധനം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാലം, ഷോർട്ട് പീരീഡിനുള്ള ഈടില്ലാത്ത ഒരു പ്രോമിസറി നോട്ടാണ് ഏതെന്ന് പറയുന്നത്? കമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. പ്രോമിസറി നോട്ടൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് കമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കാലാവധി എത്രയാണ്? 15 ദിവസം മുതൽ ഒരു വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി. കമേഴ്ഷ്യൽ പേപ്പറിൻ്റെ കാലാവധി. ഷോർട്ട് പീരീഡ് ആണെന്ന് ഓർമ്മ വേണേ. നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഒക്കെ ഷോർട്ട് ടേം ആയിരിക്കും, ഷോർട്ട് പീരീഡ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 15 ദിവസം തൊട്ടിട്ട് ഒരു വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി. പിന്നെ നല്ല ക്രെഡിറ്റ് വർത്തിനെസ് പറഞ്ഞാൽ നല്ല സൽപ്പേരും അതേപോലെ തന്നെ നല്ല വളർച്ചയുമുള്ള കമ്പനികളുടെ കമേഴ്ഷ്യൽ പേപ്പറിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? കൂടുതൽ ഡിമാൻഡ്സ് ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ കമേഴ്ഷ്യൽ പേപ്പറിലൂടെ സ്വരൂപിക്കുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ബ്രിഡ്ജ് ഫിനാൻസ്. ഓർത്ത് വയ്ക്കുക, കമേഴ്ഷ്യൽ പേപ്പറിലൂടെ സ്വരൂപിക്കുന്ന എമൗണ്ടിന് നമ്മൾ എന്താണെന്ന് പറയുക? ബ്രിഡ്ജ് ഫിനാൻസ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കോൾ മണി മാർക്കറ്റ്. കോൾ മണി മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഓഫ് ദോസ് ഹു ബോറോ ആൻഡ് ലെൻഡ് മണി ഫോർ എ പീരീഡ് ഓഫ് 1 to 40 days. അവിടെ പറയുന്നത് എന്താണ്?
ഒരു ദിവസം തൊട്ടിട്ട് 14 ദിവസം വരെ പണം കടമായി വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും വിപണിയാണ് അല്ലെങ്കിൽ മാർക്കറ്റാണ് ഇതെന്ന് പറയുന്നത് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷനാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് കൂടുതൽ. അവിടെ പറയണത് എന്താ നോക്കുക, ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ യൂഷ്വൽ ഓപ്പറേഷൻസ് ഇൻ ദിസ് മാർക്കറ്റ്. സാധാരണഗതിയിൽ എന്താ നടക്കുന്നത്, ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണ് ഈ വിപണിയിൽ പ്രവർത്തിക്കുന്നത്, ഈ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത്. അധികം ആരൊക്കെയാണ്, ബാങ്കുകൾ അതേമാതിരി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ബാങ്കുകളോടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പറഞ്ഞിട്ടുണ്ട്, എല്ലാ ബാങ്കുകളോടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇത്ര രൂപ ക്യാഷ് റിസർവ് റേഷ്യോ ഇട്ട്, ഇത്ര രൂപ ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് ബാങ്കുകൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ, CRR ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ, പല സാഹചര്യങ്ങളിൽ നമ്മൾ സൂക്ഷിച്ചതിന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു സാഹചര്യം വരുമല്ലോ, അതിൽ കുറവ് വരുമ്പോൾ, ആ സൂക്ഷിച്ചതിൽ നിന്ന് കുറവ് വരുമ്പോൾ ഒരു ബാങ്കിന് എന്ത് ചെയ്യേണ്ടി വരും, ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ കൂടുതൽ പൈസ വേണമെന്ന് വിചാരിക്കുക, റിസർവ് ചെയ്ത് വെച്ചതിനേക്കാൾ കൂടുതൽ ക്യാഷ് വരുന്നൊരാവശ്യം വരുമ്പോൾ, കൂടുതൽ പണം ആവശ്യമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, മറ്റു ബാങ്കുകളിൽ നിന്ന് വളരെ കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യും, കടം വാങ്ങും. അപ്പോൾ എത്ര ദിവസം തൊട്ടിട്ട് എത്ര ദിവസമായി, കുറച്ച് ദിവസത്തേക്ക് ഒന്ന് തൊട്ടിട്ട് 14 ദിവസം വരെ എന്ത് ചെയ്യും, കടം വാങ്ങാം അല്ലേ. അപ്പോൾ അങ്ങനെ കടം വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി, ഒരു ദിവസം തൊട്ട് 14 ദിവസം വരെ പണം കടമായി വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും വിപണിയാണെന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളോടും പറഞ്ഞിട്ടുണ്ട് ഇത്ര രൂപ ക്യാഷ് റിസർവ് ആയിട്ട് സൂക്ഷിക്കണമെന്ന്. അപ്പോൾ അതിൽ കുറവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചില സന്ദർഭങ്ങളിൽ മറ്റു ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങും. ആ കടം വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൾ മണി മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഓൾ ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ CRR പ്രിസ്ക്രൈബ്ഡ് ബൈ ദി RBI. When this ratio falls short or when a bank requires more money in certain emergency situation, money is borrowed from other banks who have excess cash. This is called as call money because such money is usually arranged by telephone calls. ഓക്കെ. അപ്പോൾ നമ്മൾ മറ്റ് ബാങ്കുകളിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് കടം വാങ്ങുന്നത് അത് ഫോണിലൂടെ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ദ ഡോക്യുമെൻറ്റ് ദാറ്റ് ദ ബാങ്ക് ഇഷ്യൂ ഇൻ ലീവ് ഓഫ് ദ ഡെപ്പോസിറ്റ്സ് they receive from companies and business organization is called certificate of deposit. അവിടെ പറയുന്നത് എന്താണ്, സാധാരണഗതിയിൽ കമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ടാവില്ലേ, ബാങ്കുകൾക്ക് ഫണ്ടിൻ്റെ പ്രോബ്ലം വരുമ്പോഴാണ് ഏത് ഇഷ്യൂ ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാമെന്ന് ഓർത്ത് വയ്ക്കുക. അവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ കമ്പനികളിൽ നിന്നും അതേപോലെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിക്ഷേപത്തിന്, ഇൻവെസ്റ്റ്മെൻറ്റിന് പകരമായിട്ട് കമേഴ്ഷ്യൽ ബാങ്ക് പുറപ്പെടുവിക്കുന്ന ഒരു രേഖയാണ് ഇതെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബാങ്കുകളിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് പകരമായിട്ട് കമേഴ്ഷ്യൽ ബാങ്ക് പുറപ്പെടുവിക്കുന്ന ഒരു രേഖയാണ് ഇതെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഹാസ് ബീൻ ഇൻ ഓപ്പറേഷൻ ഇൻ ഇന്ത്യ സിൻസ് 1989 ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് വേഗൽ കമ്മിറ്റി. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? വേഗൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1989 ഇന്ത്യയിൽ നിലനിന്ന് പോരുന്ന ഇപ്പോൾ ഉള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാലാവധിയോ 3 മാസം തൊട്ടിട്ട് 1 വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ കാലാവധി. ദ ഡ്യൂറേഷൻ ഓഫ് ദി ഡോക്യുമെൻറ്റ് ഈസ് ഫ്രം 3 months to 1 year. 3 മാസം തൊട്ടിട്ട് 1 വർഷം വരെ ആണ് ഇതിൻ്റെ കാലാവധി. കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫണ്ടിന് പ്രോബ്ലംസ് വരുമ്പോഴാണ് സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് പോയിന്റ്, കമേഴ്ഷ്യൽ ബിൽ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. കമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് ഈസ് ദ മാർക്കറ്റ് ഇൻവോൾവിങ് ട്രാൻസാക്ഷൻസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അവിടെ പറയുന്നത് എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈമാറുന്നതിനുള്ള മാർക്കറ്റാണ് ഇതെന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. നമുക്കറിയാം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈമാറുന്നതിനുള്ള മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്. അവിടെ പറയുന്നത് എ കമേഴ്ഷ്യൽ ബിൽ ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് യൂസ്ഡ് ടു ഫിനാൻസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ബിസിനസ് ഫേം. എന്താ അവിടെ പറയണത്, ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കമേഴ്ഷ്യൽ ബിൽ എന്ന് പറയുന്നത്.
നമുക്കറിയാം ഇത് ഷോർട്ട് ടേം ആണ്, അതേപോലെ തന്നെ നെഗോഷ്യബിൾ ആണ്. അതേപോലെ തന്നെ ഒരു ഫേമിൻ്റെ ക്രെഡിറ്റ് സെയിൽസ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? കമേഴ്ഷ്യൽ ബില്ല് ഉപയോഗിക്കുന്നത്. ട്രേഡ് ബില്ല് തന്നെയാണ് ഏതെന്ന് പറയുന്നത്? കമേഴ്ഷ്യൽ ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എന്താ? ട്രേഡ് ബില്ല് കമേഴ്ഷ്യൽ ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അതെന്തായി മാറുന്നത്? കമേഴ്ഷ്യൽ ബില്ലാവണത്. മനസ്സിലാവുണ്ടോ? ട്രേഡ് ബില്ലുകൾ കമേഴ്ഷ്യൽ ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതെന്തായി മാറും? കമേഴ്ഷ്യൽ ബില്ലുകളായിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് നമ്മളെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്.